അർബുദം എന്ന പദത്തിന് സംസ്കൃതത്തിൽ ബഹുകോടി എന്നാണ് അർത്ഥം. ക്രമത്തിലധികമായി ഉണ്ടാവുകയും വളരുകയും വ്യാപിക്കുകയും ചെയ്യുന്നത് അർബുദ കോശങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണ കോശങ്ങൾക്ക് കോശ വളർച്ച, കോശവിഭജനം, കോശമരണം എന്നിങ്ങനെ 3 ഘട്ടങ്ങളാണുള്ളത്. ഇത് ജീവനുള്ള കോശങ്ങളെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ക്യാൻസർ കോശങ്ങളെ കോശമരണം സംഭവിക്കാതെ അവ അനിയന്ത്രിതമായി വിഭജിച്ച് പെരുകുന്നു. സ്വയം കണ്ടെത്താൻ കഴിയുന്ന അർബുദങ്ങളിലൊന്നാണ് സ്ഥാനാർബുദം. നിർഭാഗ്യവശാൽ സ്ഥാനാർബുദം ബാധിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. ഇനി ഇത് വരാനുള്ള ചാൻസസ് ആർക്കൊക്കെ കൂടുതൽ നോക്കാം. പ്രായം എന്നത് സ്ഥാനാർബുദ സാധ്യത കൂട്ടും. പരമ്പരാഗത ജനിതക തകരാറുകൾ ഉള്ളവരിൽ ഇതിൻ്റെ ചാൻസസ് കൂടുതലാണ്. പാരമ്പര്യ ഘടകങ്ങൾ സ്ഥാനാർബുദ സാധ്യത കൂട്ടും. അമ്മ, സഹോദരി തുടങ്ങിയ രക്തബന്ധമുള്ളവരെ സ്ഥാനാർബുദം വന്നിട്ടുള്ളവർ ഏറെ ശ്രദ്ധിക്കണം. നേരത്തെ ഒരു സ്ഥാനത്തിൽ അർബുദം വന്നത് മറ്റേ സ്ഥാനത്തിലോ മറ്റൊരു ഭാഗത്തോ അർബുദം വരാനുള്ള സാധ്യത 4 ഇരട്ടിയിൽ കൂടുതലാണ്. 10 വയസ്സിന് മുമ്പ് ആർത്തവം വന്നവർ ശ്രദ്ധിക്കണം. വളരെ വൈകി ആർത്തവ വിരാമം വന്നവർ, ആർത്തവ വിരാമശേഷം പൊണ്ണത്തടിയുള്ളവർ, പാലൂട്ടാത്തവർ, പാലൂട്ടൽ ദൈർഘ്യം കുറയ്ക്കുന്നവർ, കുട്ടികളില്ലാത്തവർക്ക് രോഗസാധ്യത വളരെ കൂടുതലാണ്. ആദ്യത്തെ പ്രസവം വൈകുന്നത് സ്ഥാനാർബുദ സാധ്യത വർദ്ധിപ്പിക്കും. ആദ്യ പ്രസവം 25-26 വയസ്സുകളിൽ ആയിരിക്കുന്നതാണ് ആരോഗ്യകരം. ഇനി കാരണങ്ങൾ. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, പാൽ വഹിച്ചുകൊണ്ട് പോകുന്ന നാളികൾ, കൊഴുപ്പ് കലകൾ, രക്തക്കുല്ലുകൾ, ലിംഫ് നാളികൾ എന്നിവയാലാണ് സ്തനങ്ങൾ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 80% സ്ഥാനാർബുദവും പാൽ വഹിച്ചുകൊണ്ട് പോകുന്ന നാളികളുടെ ഉൾഭാഗത്തെ ആവരണ സ്ഥലത്തെയാണ് ബാധിക്കാറുള്ളത്. ശേഷിക്കുന്നവ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, മറ്റ് കലകൾ എന്നിവരെ ബാധിക്കുന്നവയാണ്. സ്ഥാനാർബുദത്തിന് വഴിവെക്കുന്ന സാഹചര്യങ്ങൾ പലതാണ്. ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രഭാവം ദീർഘനാൾ തുടർച്ചയായി നിലനിൽക്കുന്നത് സ്ഥാനാർബുദത്തിനിടയാക്കുന്ന പ്രധാന ഘടകമാണ്. ഗർഭിണിയാകുന്നതോടെ ഈസ്ട്രജന്റെ പ്രഭാവം കുറയുകയും പ്രൊജസ്ട്രോൺ കൂടുകയും ചെയ്യും. എന്നാൽ നേരത്തെ ഋതുമതിയാകുന്ന പെൺകുട്ടി 30 വയസ്സാകുമ്പോൾ ആദ്യ ഗർഭം ധരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. ഈസ്ട്രജന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ ദീർഘനാൾ നിലനിൽക്കാൻ ഇതിടയാക്കും. സ്ഥാനാർബുദത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നതും നല്ല പ്രവണതയല്ല. തെറ്റായ ജീവിതശൈലിയും സ്ഥാനാർബുദ സാധ്യത കൂട്ടാറുണ്ട്. വ്യായാമക്കുറവ്, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ, കൃത്രിമ നിറം കലർന്ന ഭക്ഷണങ്ങൾ തുടങ്ങി പൊണ്ണത്തടിയിലേക്ക് നയിക്കുന്ന ജീവിതശൈലി സ്ഥാനാർബുദത്തിനിടയാക്കും. വിഷാദം, തൊഴിൽ സമ്മർദ്ദം, മദ്യപാനം, പുകയിലയുടെ ഉപയോഗം, കീടനാശിനികൾ, അന്തരീക്ഷ മലിനീകരണം ഇവയൊക്കെ സ്ഥാനാർബുദത്തിനിടയാക്കുന്ന മറ്റ് ഘടകങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കാം. സ്തനത്തിൽ മുഴ, തടിപ്പ് ഇവ കാണുക. സ്തനചർമ്മത്തിലെ വ്യത്യാസങ്ങൾ, സ്തനത്തിലുണ്ടാകുന്ന പൊറ്റകൾ, തിണർപ്പ്, രക്തം കലർന്ന സ്രവങ്ങൾ സ്തനത്തിൽ നിന്നുണ്ടാവുക, കക്ഷത്തിൽ തടിപ്പ്, സ്തന വലുപ്പത്തിലുള്ള വ്യതിയാനങ്ങൾ, കൈകളിൽ അകാരണമായി ഉണ്ടാകുന്ന നീരുകൾ ഇവയാണ് പ്രധാനമായും പ്രകടമാകുന്ന ലക്ഷണങ്ങൾ. സ്ഥാനാർബുദത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. പ്രാരംഭദശ. ആദ്യഘട്ടത്തിൽ അർബുദം സ്തനത്തിലും കക്ഷത്തിലും കഴലകളുമായി ഒതുങ്ങി നിൽക്കും. കണ്ടെത്താനായാൽ കാര്യമായ വിഷമതകളില്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാനാകും. രണ്ടാം ഘട്ടം 3 മുതൽ 5 സെന്റിമീറ്റർ വരെയായിരിക്കും ഈ ഘട്ടത്തിൽ മുഴയുടെ വലിപ്പം. സ്തനത്തിലും കക്ഷത്തിലുമായി ഒതുങ്ങി നിൽക്കുന്നു. സ്വയം പരിശോധനയിലൂടെ കണ്ടെത്താനാകും. ഇനി 3-ാം ഘട്ടം. അർബുദം വ്യാപിച്ചില്ലെങ്കിലും സ്തനത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും. 4-ാം ഘട്ടം. അർബുദം മറ്റവയവങ്ങളിലേക്കും ബാധിക്കുന്ന അവസ്ഥയാണിത്. രോഗം ബാധിച്ച കോശഭാഗങ്ങളിൽ നിന്ന് അർബുദം ലിംഫ് ഗ്രന്ഥികളിലൂടെയോ ധമനികളിലൂടെയോ ശ്വാസകോശം, അസ്ഥികൾ, തലച്ചോർ തുടങ്ങിയ ഏതെങ്കിലും ഭാഗത്തേക്ക് വ്യാപിക്കാൻ ഇടയാകും. ഇനി സ്വയം പരിശോധനയിൽ കണ്ടെത്താം. അല്പം ശ്രദ്ധിച്ചാൽ സ്വയം പരിശോധനയിലൂടെ തന്നെ സ്ഥാനാർബുദം കണ്ടെത്താം. ആർത്തവം തുടങ്ങി 10 ദിവസത്തിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം സ്വയം സ്ഥാന പരിശോധന നടത്തേണ്ടതാണ്. ആർത്തവം നിലച്ചവർ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ദിവസം സ്വയം പരിശോധിക്കാം. ഇടത് സ്തനം വലത് കൈ ഉപയോഗിച്ചും വലത് സ്തനം ഇടത് കൈ ഉപയോഗിച്ചും പരിശോധിക്കാം. ഇരു കൈകളും അരക്കെട്ടിൽ വെച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുക. സ്തനങ്ങൾ ഒരേ നിരപ്പിലാണോ, ചർമ്മത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിരീക്ഷിക്കാം. സ്തനചർമ്മത്തിൽ തടിപ്പോ ഞൊറിവോ നിറവ്യത്യാസമോ ഉണ്ടോ എന്ന് നോക്കുക. 2 കൈകളും ഉയർത്തിപ്പിടിച്ച് വീണ്ടും പരിശോധന ചെയ്യുക. അമർത്തുമ്പോൾ സ്രാവം ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഇനിയുള്ള പരിശോധനകൾ നിന്നോ കിടന്നോ ചെയ്യുക. ഇടതുകൈ ഉയർത്തി തലയ്ക്ക് പിന്നിൽ വയ്ക്കുക. എണ്ണയോ സോപ്പോ പുരട്ടിയ വിരലുകളുടെ ഉൾവശം കൊണ്ട് സ്തനം വൃത്താകൃതിയെ പരിശോധിക്കാം. കക്ഷവും കക്ഷത്തോട് ചേർന്ന ഭാഗവും പരിശോധിക്കാം.
ഇടത് തോളിനടിയിൽ തലയിണ വെച്ച് ഇടത് കൈ പൊക്കി വലത് കൈ കൊണ്ട് ഇടത്തെ സ്ഥാനവും, വലതു തോളിനടിയിൽ തലയിണ വെച്ച് വലതു കൈ പൊക്കി ഇടത് കൈ കൊണ്ട് വലത്തെ സ്ഥാനവും പരിശോധിക്കാം. അസാധാരണമായി തോന്നുന്നവ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ആർത്തവ സമയത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ചിലതിൽ സ്ഥാനങ്ങൾ നീർക്കെട്ടുണ്ടാക്കുന്നു എന്നതിനാൽ ആർത്തവ സമയത്തും അതിന് തൊട്ടു മുമ്പും സ്വയം പരിശോധന ഒഴിവാക്കുക. ഇനി സ്ഥാനാർബുദം പ്രതിരോധിക്കാം. ആരോഗ്യകരമായ ജീവിതശൈലി ക്യാൻസർ പ്രതിരോധത്തിന് അനിവാര്യമാണ്. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതും അർബുദത്തെ പ്രതിരോധിക്കും. ലഘു വ്യായാമങ്ങൾക്കൊപ്പം ജീവകങ്ങൾ കൂടുതലും കൊഴുപ്പ് കുറവുള്ളതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കണം. ബീട്രൂട്ട്, മുരിങ്ങയില, കോളിഫ്ലവർ, ക്യാബേജ്, ചുവന്നുള്ളി, മഞ്ഞൾ, തക്കാളി, ഇഞ്ചി, വാഴക്കൂമ്പ്, വെളുത്തുള്ളി, കുരുമുളക്, ഗ്രാമ്പു, മധുരക്കിഴങ്ങ്, ചെറുമത്സ്യങ്ങൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ ഇവ ചേരുന്ന നാടൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഉചിതം. ശക്തമായ നിരോക്സികാരിയായ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന ഘടകത്തിന് അർബുദത്തിന്റെ പാരമ്പര്യ സാധ്യതകളെ തടയാനും അർബുദ മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കാതെ തടയാനും കഴിയും. അർബുദ കോശങ്ങളുടെ വളർച്ചയെ ചുരുക്കാൻ ഇഞ്ചിയും ഗുണകരമാണ്. കാബേജിൽ അടങ്ങിയിരിക്കുന്ന ഗന്ധകത്തിനും സ്ഥാനാർബുദത്തെ പ്രതിരോധിക്കാൻ കഴിവുണ്ട്. ഉപ്പ് ചേർത്ത് സംസ്കരിച്ച വിഭവങ്ങൾ, കരിഞ്ഞതും പൊരിച്ചതുമായ ആഹാരങ്ങൾ, കൃത്രിമ നിറം അടങ്ങിയ ബേക്കറി സാധനങ്ങൾ ഇവ ഒഴിവാക്കുകയും വേണം. സ്വയം സ്ഥാന പരിശോധന സ്ഥാനാർബുദ പ്രതിരോധത്തിന് ഏറെ അനിവാര്യമായ ഒരു ഘടകമാണ്. ഇനി ചികിത്സ. എത്രയും നേരത്തെ സ്ഥാനാർബുദം കണ്ടെത്തുന്നതുമായി ചികിത്സയുടെ വിജയത്തിന് ഏറെ ബന്ധമുണ്ട്. ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതോടൊപ്പം രോഗപ്രതിരോധത്തിന് സഹായകമാകുന്ന വിധത്തിലുള്ള ചികിത്സകളാണ് ആയുർവേദം നൽകുക. അർബുദ ചികിത്സയുടെ വിജയത്തിന് സാന്ത്വന ചികിത്സയും അനിവാര്യമാണ്. സുഖാവസ്ഥ നിലനിർത്തി ആത്മവിശ്വാസം കൂട്ടാനും ആയുസ് നിലനിർത്താനും സാന്ത്വന ചികിത്സയ്ക്ക് കഴിയാറുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.